എന്തായി? പാക്കിംഗ് ഒക്കെ ആയാ? ഒരുവിധം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഓർക്കണൊക്കെ കൊണ്ട് വെക്കുമായിരുന്നു. ഞാൻ ഇച്ചിരി ഉണക്കമാങ്ങ അച്ചാറിട്ടതാണ്. നിനക്ക് ഇഷ്ടമാണല്ലോ ഈ അച്ചാറൊക്കെ. അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? നീ ഇത് എടുത്ത് വെക്കിട്ടാ. സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കുകയായിരുന്നു, നാളെ ഈ നേരത്ത് നീ എവിടെയാണ്? അന്യ നാട്ടിൽ. എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റണില്ല. നീ ഓടി വന്ന് എന്തെങ്കിലും എൻ്റെ വിഷമം പറയണമെന്ന് നിൻ്റെ അടുത്തായിരുന്നു. ഇനിയിപ്പോൾ ആരാ ഉള്ളത്? അതൊക്കെ പോട്ടെ. 5 വയസ്സുള്ള നിന്റെ കുട്ടീനെ ഇട്ട്, ആ വയ്യാത്ത നിന്റെ കെട്ടിയോനെ ഇട്ട് നിനക്ക് പോകേണ്ട ഒരു വിധി വന്നല്ല. എങ്ങനെ നിന്നെ കൊണ്ട് പറ്റണം? നീ എങ്ങനെ അവിടെ മനസ്സമാനത്തോടെ ഇരിക്കുന്നു? ആ കുഞ്ഞു ചെക്കനല്ലേ, കുഞ്ഞി കൊച്ചിന് അമ്മയുടെ സ്നേഹം കിട്ടേണ്ട സമയമാണ്. ആ സമയത്ത് നീ അന്യനാട്ടിൽ പോയി കിടക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിധി. ഓരോ വിധി ഓരോരുത്തർക്ക് വരെയല്ലേ. എല്ലാ അവസ്ഥയും മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കല്ലേ. എന്നാലും സത്യം പറഞ്ഞാലോ, എന്ത് അവസ്ഥ വന്നാലും വിടില്ല, പട്ടിണി കിടന്നാലും വിടില്ല, എൻ്റെ കുട്ടികളെ ഇട്ടിട്ട് ഞാൻ പോവില്ല. എന്ത് വിധി വന്നാലും വിടില്ല, തൂങ്ങി ചത്താലും വേണ്ടില്ല, കുട്ടികളെ ഇട്ടിട്ട് ഞാൻ പോവില്ല. എനിക്ക് വിഷമാണേ. നാളെ തൊട്ട് അപ്പുക്കുട്ടൻ്റെ മോൻ കാണുമ്പോൾ സഹിക്കില്ല. അവൻ എങ്ങനെ ഇരിക്കും? അവൻ ഒന്നാമതേ 2-3 ദിവസമായിട്ട് നീ പോണതിൻ്റെ ഒരു വിഷമം അവനുണ്ട്. ക്ഷീണിച്ചു അവൻ. എന്നാലും സത്യം പറഞ്ഞ് നിന്റെ നല്ല മനക്കെട്ടിയായിരുന്നു. നിനക്കൊരു വിഷമം പോലും ഇല്ലല്ലോടി. നിന്റെ മുഖത്തത് കാണാനേ ഇല്ല. നീ ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നുണ്ട്. പറഞ്ഞിട്ട് എന്ത് കാര്യം? നടക്കട്ടെ, പാക്കിംഗ് ഒക്കെ നടക്കട്ടെ. ഞാൻ വൈകുന്നേരം വല്ലതും വരാട്ടാ. ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. വൈകുന്നേരം ബിരിയാണി കൊണ്ട് തരാട്ടെ ഞാൻ. അത് കഴിച്ചാൽ മതി. അമ്മയോട് ഒന്നും ഉണ്ടാക്കണ്ട പറ, ചോറും കറിയും ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറ കേട്ടാ.